ഫോട്ടോ വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മളിന്ന് അട്ടപ്പാടി വരെ ഒരു ഗ്രൂപ്പ് റൈഡിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് പോവാണ്. ഒരുപാട് പേരുണ്ട്, ഒരു 8-9 പേരുണ്ട്. നമ്മൾ ട്രയംഫിൻ്റെ ഷോറൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഫസ്റ്റ് സ്റ്റോപ്പ് വിൽ ബി ഇൻ മണ്ണാർക്കാട്. നല്ല മഴയുണ്ടെന്ന് രാവിലെ തുടങ്ങിയപ്പോൾ തൊട്ട് മഴയാണ്. ഹോപ്പ്ഫുള്ളി വെള്ളമൊന്നും കയറില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് അറിയില്ല വീഡിയോ, കാരണം ഫുള്ള് മഴയത്താണ്. ബട്ട് കുറച്ചൊക്കെ ഒരു ഹോപ്പുള്ളത് നമ്മുടെ DJ മൈക്ക് വെച്ചിട്ട് കുറച്ച് വാട്ടർ പ്രൂഫ് ആക്കിയിട്ടുണ്ട്. സോ ഐ ഡോണ്ട് ഹാവ് ടു പ്ലഗ് ഇൻ ആൻ എക്സ്റ്റേണൽ മൈക്ക്. ഇവരൊക്കെ ഏത് വഴി പോയെന്ന് അറിയില്ലല്ലോ ഈശ്വര. സ്ട്രൈറ്റാണെന്ന് തോന്നുന്നു. സ്ട്രൈറ്റാ? ഇന്നറിയാം നമ്മുടെ മൈക്ക് എത്രത്തോളം വാട്ടർ പ്രൂഫാണെന്ന്. ഒന്നില്ലെങ്കിൽ അത്യാവശ്യം നല്ല ഓഡിയോ കിട്ടും, ഇല്ലെങ്കിൽ മൊത്തം കുളമാവും. സോ ബേസിക്കലി ദിസ് ഈസ് എ സെക്കൻഡ് ടൈം ഞാൻ ഈ ഗ്രൂപ്പിനോട് കൂടെ പോകുന്നത്. ലാസ്റ്റ് ടൈം ട്രയംഫിൻ്റെ തൃശ്ശൂർ ടീം വന്നിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം അവരില്ല, അവർ വേറെ ഏതോ സ്ഥലത്തേക്ക് പോയി. വട്ടവടയ്ക്ക് പോയി എന്നാണ് പറയുന്നത്. നമുക്ക് പിന്നെ ഏറ്റവും അടുത്ത് ഇവിടുന്ന് ഇതല്ലേ, അട്ടപ്പാടിയല്ലേ. ഇനി മഴ ആയതുകൊണ്ട് അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ലല്ലോ. എനിക്ക് ഇപ്പോൾ പിൻലോക്ക് വെക്കണം എന്നുള്ളൊരു ബോധം വന്നു. മൊത്തം ഫോഗ് അടിക്കുന്നുണ്ട് ഹെൽമെറ്റിൽ. ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ആകെ ഒരു വെപ്രോളാണ്. കാരണം എല്ലാ കാര്യവും എടുത്തിട്ടുണ്ടോ എന്ന് ആലോചിക്കും, പിന്നെ എല്ലാം സെക്യൂർ ആണോ എന്ന് ആലോചിക്കും, ഫോണൊക്കെ വല്ലവിടെ ഉരുണ്ടുപോയോ, അങ്ങനെ ഒരുപാട് ടെൻഷൻസാണ്. ഇപ്പോൾ മഴയും കൂടെ ആയതുകൊണ്ട് വല്ലതിൽ കൂടി വെള്ളം കയറുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. ഇനി വണ്ടിയിൽ ആവശ്യം 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ഓക്സിലറി ലൈറ്റ്, അത് നിർബന്ധമാണ്. ജാവയ്ക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാരണം ജാവയുടെ ലൈറ്റ് അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ ഇതിൽ ഒരു രക്ഷയില്ല, ഇതിലെന്തായാലും ലൈറ്റ് വെച്ചേ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നില്ല, എല്ലാ മാനുഫാക്ചറും DRLs പുഷ് ചെയ്യുന്നുണ്ട്. അടിപൊളി DRLs, നല്ല വിധത്തിലും തരത്തിലും ഡിസൈനുള്ള DRLs വെക്കുന്നുണ്ട്. പക്ഷേ ഹെഡ്ലൈറ്റിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഭയങ്കര ശോകവും. DRLs പകലിൽ ആൾക്കാർക്ക് കാണാനും ഹെഡ്ലൈറ്റ് രാത്രിയിൽ നമുക്ക് കാണാനും ബാക്കിയുള്ളവർക്ക് അറിയാനും ഓപ്പോസിറ്റ് വണ്ടി വരുന്ന അറിയാൻ. എന്നിട്ട് ആ രാത്രിയുള്ള ഒരു പരിപാടിയിൽ ഇത്രയും ഷോ ഹെഡ്ലൈറ്റ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ത് ലോജിക്കാണെന്ന്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന വാട്ടർ പ്രൂഫ് സിസ്റ്റം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. കാലിൽ നമ്മുടെ ബൂട്ട്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സിലിക്കൺ കവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ഉപയോഗപ്രദമായിട്ട് പോകുന്നുണ്ട്. പിന്നെ വാട്ടർ പ്രൂഫ് ജാക്കറ്റ് ഡെക്ബക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അതും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ് വരുന്നുണ്ട്. പിന്നെ ഹെൽമെറ്റ്, പിന്നെ അത് ഓൾറെഡി വാട്ടർ പ്രൂഫിങ് ആണല്ലോ. ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൗസ് വാട്ടർ പ്രൂഫ് അല്ല. സോ അത് മാത്രമുള്ളൊരു പ്രശ്നമാണ്. ബൈ ദ വേ, ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാനൊരു വെബ്സൈറ്റ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങാം. ഈ സ്ഥലത്താണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ലോറി ആക്സിഡൻ്റ് ആയത്. ഭയങ്കര പ്രശ്നമായിരുന്നു ഈ സ്ഥലം. കാരണം ഇതിൻ്റെ ഒരു വളവ് അപകടവളവാണെന്ന് പറഞ്ഞിട്ട് പണ്ട് തൊട്ടേ നാട്ടുകാർ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആസ് യൂഷ്വൽ ഒന്നും നടന്നില്ല. ഒരു അപകടം നടന്നപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു 3-4 കുട്ടികൾ മരിച്ചു. എന്താ ചെയ്യുക? അങ്ങനെ മണ്ണാർക്കാടെത്തി. അവിടുന്ന് റൈറ്റ് എടുക്കാം.
നമ്മൾ മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിക്ക് പോകാനുള്ള റോഡ് കയറിയിട്ടുണ്ട്. ഇനി മൊത്തം ഓഫ് റോഡാണ്. ഓഫ് റോഡ് ബിഗിൻസ്. ബൈക്കേഴ്സ് കുറച്ച് ADV ഒക്കെ ഉള്ളവർക്കൊന്നും ഇതൊന്നും അറിയുക പോലുമില്ല. എക്സ്പൾസോ അല്ലെങ്കിൽ ഹിമാലയനോ ഈവൻ സ്ക്രാംബ്ലറിനും പോലും ഒന്നും അറിയുന്നൊന്നുമില്ല. പഞ്ചറൊന്നും കിട്ടാതിരുന്നാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് അടുത്തൊന്ന് കഴിക്കണം. എല്ലാവിടെയും നിർത്തി വേറെ ഈ റോഡിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് കഴിക്കാനുള്ള സ്ഥലം. അറിയില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഭയങ്കരമായിട്ട് മഴ തുടങ്ങിയപ്പോഴും. റോഡ് കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം ഇടയ്ക്ക് ചെറിയ റഫ് പാച്ചസ് കിട്ടുന്നുണ്ട് എന്നല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് മൊത്തം ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ് തോന്നുന്നത്. ഈ റോഡ് പണിയൊക്കെ നടക്കുന്ന സ്ഥലത്തുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് പഞ്ചറൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പഞ്ചർ കിറ്റെല്ലാം എടുത്തിട്ടുണ്ട്, ഇൻഫ്ലേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്രയും പേരില്ലേ, എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് പഞ്ചർ ഒട്ടിക്കാം. അതുകൊണ്ട് അത് വലിയ കാര്യമില്ല. നല്ല കാലാവസ്ഥ. ഈ മഴയത്തൊക്കെ ഈ ഞായറാഴ്ചതൊക്കെ ആണെങ്കിൽ പുതപ്പ് മൂടി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. പക്ഷേ ഇതിനൊക്കെ റൈഡ് വന്നാലേ ഒരു ഇതുണ്ടാവുള്ളൂ. വീട്ടിലിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ റൈഡ് പോകുന്നുണ്ടെന്ന് കുറേ പേര് പറയുകയും ചെയ്ത് ഞാൻ വീട്ടിൽ വെറുതെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നില്ല. അതുകൊണ്ട് രാവിലെ എണീറ്റ് മെല്ലെ വന്നതാണ്. അല്ലെങ്കിൽ അന്ന് വൈകിട്ട് വരും, പോയില്ലല്ലോ എന്നിങ്ങനെ അടിച്ചോണ്ടിരിക്കും. ഇത് കൊള്ളാലോ, നല്ല രസമുണ്ട്. സ്ക്രാംബ്ലർ. കിടിലൻ ആംബിയൻസ് ആണ് കേട്ടോ. എല്ലാ സ്ഥലത്തും വെള്ളച്ചാട്ടം. ഇതാണ് ഈ മഴക്കാലത്ത് അട്ടപ്പാടി ഒരു വേറൊരു ലെവലാണ്. ഇനി അത് കോടയും. നമ്മളെവിടെയും കയറിയിട്ടില്ല, ആ കുറച്ച് സ്ഥലം എത്തിയിട്ടുള്ളൂ. ഇപ്പം തന്നെ ഇത്ര അടിപൊളിയാണ്. ഇന്നിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എൻ്റെ ആക്ഷൻ ക്യാമറ ഫ്രണ്ടിലുള്ള സ്ക്രീന്
ടച്ച് മഴക്കാലത്ത് വർക്ക് ചെയ്യില്ലെന്ന് മനസ്സിലായി. ഞാൻ ഇതുവരെ ഇങ്ങനൊരു സിറ്റുവേഷൻ എൻകൗണ്ടർ ചെയ്തിട്ടില്ല, അതുകൊണ്ടായിരിക്കും. പിന്നെ മഴയത് ഒന്നാമത്തത് കൈയൊക്കെ നനഞ്ഞിരിക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കണം. മറ്റേ സ്ഥലമെത്തി. സ്വാഗതം അട്ടപ്പാടിയിലേക്ക്. ബിനു ആർട്സ് വടവന്നൂർ. കൊള്ളാം, ഇത് ചെയ്ത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല കൺസെപ്റ്റ്. നേരത്തേത് ഇവിടെയൊക്കെ കുറേ പാർട്ടിയുടെ കുറേ പോസ്റ്ററും പിന്നെ എന്താ പറയുക ചുമരെഴുത്തൊക്കെ ആയിരുന്നു. ഇത് വെച്ച് എന്തും നന്നായി. കൊള്ളാമല്ലോ, കൊള്ളാം. വണ്ടി പറഞ്ഞതാ, ഒന്നും പറ്റിക്കാൻ തോന്നുന്നു. ഒരു ചെറിയ ആക്സിഡൻറ്റ് ഒന്നുമില്ല. രണ്ടുപേര് സ്പ്ലെൻഡറിൽ ഒരു വളവിൽ റോഡിൽ നിന്ന് തെന്നി മാറിയതാ. ഒന്നും പറ്റിയൊന്നുമില്ല. അത് വീണതിൻ്റെ ഒരു ചെറിയ വെപ്രാളം. കുറച്ച് നേരം നിന്ന് എല്ലാം സമാധാനിപ്പിച്ചിട്ട് വണ്ടിയൊക്കെ ഓൺ ചെയ്തിട്ടൊക്കെ പോയത്. പിന്നെ മഴ നിൽക്കുമെന്ന് ഒരു വിശ്വാസമില്ല. മഴ നല്ലതാണ്. ലാസ്റ്റ് ടൈം ഇങ്ങനെ മഴയത്ത് പോയത് ഈ ചാനലിൽ തന്നെ ഒരു വാൾപ്പാറ മലക്കപ്പാറ റൂട്ടിലുള്ള ഒരു വീഡിയോ ഉണ്ട്, വോയിസ് ഒന്നും ഇല്ലാതെ. ഗ്രൂപ്പ് റൈഡ് അല്ലാതെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പോയത്. അതിന് ശേഷം ഇപ്പോഴാണ് ഒരു മഴയത്ത് റൈഡ് കിട്ടുന്നത്. അത് നമ്മൾ താവളം എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കഴിഞ്ഞു. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ആനക്കട്ടിക്ക് പോകും. ആ റൂട്ടിലാണ്. ആനക്കട്ടി എത്തിയിട്ടില്ല, അതിനും ദൂരമുണ്ട് കുറച്ച്. സമയം 11 കഴിഞ്ഞിട്ടുണ്ടല്ലോ. 11:30 ആയിട്ടുള്ളൂ. കോയമ്പത്തൂർ എത്തിയിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. നമ്മൾ പെട്രോള് 2 ദിവസം മുമ്പല്ല, ഒരാഴ്ച മുമ്പ് ഫുൾ ടാങ്ക് അടിച്ചതാണ്. ഇപ്പോഴും ഉണ്ട്. പെട്രോൾ അടിക്കണമെന്നില്ല. മിക്കവാറും വേണമെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ പോയിട്ട് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. അവിടെയാണെങ്കിൽ റേറ്റും കുറവല്ലേ. ഈ ആനക്കട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തമിഴ്നാട് ബോർഡർ കയറുമ്പോഴാണ് അടിപൊളി റോഡ്. അത് ബൈ ഡിഫോൾട്ട് അങ്ങനെയാണല്ലോ. ഈ ടയർ കുഴപ്പമില്ല, അത്രയ്ക്ക് വെറ്റ് ഗ്രിപ്പൊന്നും ഇല്ല. നമ്മുടെ MRFൻ്റെ സാപ്പർ അങ്ങനെ എന്താണ് അതിൻ്റെ ബ്രാൻഡ്, 80 ആണ്. ഓൾ ടെറൈനാണ്. എനിക്ക് തോന്നുന്നു 70-30 ആണെന്ന് തോന്നുന്നു. 30% ഓഫ് റോഡും 70% ഓൺ റോഡും. ഇതിൻ്റെ എക്സ്പോർട്ട് വേരിയൻറ്റ് ടയർ പിരലിയാണ് ഉപയോഗിക്കുന്നത്. പിരലി മെറ്റ്സിലർ അങ്ങനെ എന്തോ ആണ്. എനിവേ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ടയറാണ്. ഒരു സെറ്റിന് തന്നെ മിക്കവാറും 38-48 ഇടയിലാണ് പറഞ്ഞത്. നമ്മുടെ റോഡ് കണ്ടീഷൻസിനനുസരിച്ചാണ് പല മാനുഫാക്ചേഴ്സും ടയർ യൂസ് ചെയ്യുക. സോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആനക്കട്ടി ടൗൺ എത്തിയിട്ടില്ല, ഇതാണ് താവളം. സോറി. അപ്പോൾ അതിന് മുമ്പുള്ളത് ഏതായിരുന്നു? അയ്യോ മറന്നുപോയി. ആ ടൗണിൻ്റെ പേരെ മറന്നുപോയി. അവിടെ നിന്നാണ് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് വരുന്നത്. ഇതാണ് താവളം. ഇവിടെ നിന്നാണ് നമ്മൾ നേരെ ആനക്കട്ടിക്ക് കയറുന്നത്, തമിഴ്നാട് ബോർഡർ. ഈ റോഡിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ? ഫുള്ള് കുഴി. ഒരു നിരപ്പായ റോഡേ കിട്ടില്ല അവിടെ. പിന്നെ ഇതിൻ്റെയൊക്കെ സസ്പെൻഷൻ അടിപൊളിയായതുകൊണ്ടാണ് നമുക്ക് അതങ്ങനെ അറിയാത്തത് കേട്ടോ. ജാവ അല്ലായിരുന്നു കാണാമായിരുന്നു. ഇൻ കേസ് നമുക്ക് കുറച്ചും കൂടി സീറ്റ് കംഫർട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ മറ്റേ ഫിഗോ ഫ്ലോട്ട് എന്ന് പറഞ്ഞൊരു എയർ കുഷൻ്റെ സീറ്റ് ഉണ്ട്. അത് ഞാൻ ഫിറ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ്, തോട്ടിലാണ്. അതാകുമ്പോൾ എയർ അടിച്ചിട്ട് നേരെ കയറ്റി വെച്ചാൽ മതി. അത് കാണുന്നുണ്ടെങ്കിൽ റെയിൻ കവറുണ്ട് കഴിഞ്ഞാൽ മഴയത്തും പ്രശ്നമില്ല, സീറ്റ് നനയുന്നുള്ളൊരു പ്രശ്നമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെയും പ്രോഡക്റ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഞാനൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഒരുപാട് പ്രോഡക്ട്സ് ഞാനതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒബിയസ്ലി അതിൽ ചെറുതായിട്ട് ഞാൻ അഫിലിയേറ്റ് ഇട്ടിട്ടുണ്ട്. സോ ഇഫ് യു വാണ്ട് ടു ബൈ ഇറ്റ് യു ക്യാൻ യൂസ് ദാറ്റ് ലിങ്ക്.
അല്ലെങ്കിൽ നിങ്ങൾക്ക് അഫിലിയേറ്റ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി ആമസോണിൽ. ഈ കാണുന്നതാണ് അട്ടപ്പാടി ടൗൺ. ചുമ്മാ അകളി മലയൊക്കെ ഒന്ന് കയറിയതാണ്. നല്ല രസമുണ്ട് സ്ഥലം. നമ്മൾ തിരിക്കുകയാണ് ഇനി നേരെ ആനക്കട്ടി. സമയം 12:24 മിക്കവാറും ഒരു 4-5 മണിയാകുമ്പോഴേക്ക് വീടെത്തുന്നു തോന്നുന്നു. ആനക്കട്ടി തീണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 10 കിലോമീറ്റർ വൺ ഓഫ് ദി വേസ്റ്റ് റോഡായിരുന്നു. ടാറുണ്ട്, പക്ഷേ ആ ടാറിങ്ങിലൊന്നും വലിയ കാര്യമില്ല. ഫുള്ള് അൺഈവൺ പാച്ചസാണ്. ഇതിപ്പോൾ തമിഴ്നാട് എൻ്ററായി. അടുത്ത ചെക്ക് പോസ്റ്റാണ്. ഈ സൈഡ് ഒരുപാട് റിസോർട്ടുകളുണ്ട് കേട്ടോ. മെയിനായിട്ട് പീക്ക് ടൈമിൽ ഭയങ്കര റേറ്റാണ്. റോഡ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര ക്ലോസ് കോളായിരുന്നു ചെറിയൊരു ഇതില്. അതാണ് ബസ് സ്പീഡ് കൊടുത്തു. ആ കേട്ടോ. വ്യത്യാസം അറിയുന്നുണ്ടല്ലോ. ഇതിൽ ചെറിയൊരു സ്പ്രോക്കറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്ക്. ഇതിൽ ഫ്രണ്ടിൽ 14 ടീത്ത് സ്പ്രോക്കറ്റ് ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ഹൈവേ ടൂറിങ്ങിന് ബേസ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. കുറച്ചും കൂടി സ്പീഡ് കയറുന്നുണ്ട്. മറ്റതുപോലെ അല്ല, ഒരു ലീനിയർ സ്പീഡാണ്. ഇനീഷ്യലി ഭയങ്കരമായിട്ട് പവറുണ്ട് അതിന്, പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ഹൈവേയിലൊക്കെ ഇത് ഓടിക്കാൻ നല്ല രസമായിരിക്കും ഈ വണ്ടി. അങ്ങനെ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ്. സമയം 1:30. മഴ വലുതായിട്ടില്ല. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഈ ഷോർട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.